പ്രിയ പ്രേക്ഷകരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് സൊല്യൂഷൻ എന്ന ഈ കൊച്ചു ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു യൂട്യൂബ് തുടങ്ങുന്ന വ്യക്തി അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകുന്ന വ്യക്തി എന്തൊക്കെയാണ് ആദ്യത്തെ പ്രിപ്പറേഷൻ, അവൻ എന്തൊക്കെയാണെങ്കിൽ അല്ലെങ്കിൽ അവൾ എന്തൊക്കെയാണ് ആദ്യം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അതിന് മുന്നോടിയായിട്ട് എനിക്കൊരു ഇങ്ങനെ ഒരു സുഹൃത്ത് അയച്ചൊരു വോയിസ് ആണിത്. ഈ വോയിസ് ഒന്ന് ഞാൻ കേൾപ്പിച്ചു തരാം. ചെറിയൊരു സംശയം ചോദിക്കട്ടെ. കണ്ടന്റ് കണ്ടുപിടിച്ച് വീഡിയോ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എങ്ങനെയെങ്കിലും മാറ്റാൻ പറ്റും? നമുക്ക് അനുയോജ്യമായ കണ്ടന്റ് എങ്ങനെ ചെയ്യാം, എവിടെ നിന്ന് തരാം എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ. അതായത് കുറെ നാൾ മോട്ടിവേഷൻ പറയും, അത് എവിടെ എത്തൂല, അത് ഒഴിവാക്കും. പിന്നെ ആരോഗ്യപരമായ ഇത് പറയും. ഇതൊക്കെ എഴുതിയെടുത്ത് പഠിക്കേണ്ടി വരുമെന്ന് തോന്നും. അങ്ങനെ പഠിച്ചിട്ടും അവതരിപ്പിക്കാൻ കഴിയുന്നില്ല. ശരിക്കും എന്തെങ്കിലും സൊല്യൂഷൻ? നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. എങ്ങനെയെങ്കിലും ഒന്ന് മോണിറ്റൈസേഷൻ ആണോന്ന് അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ പരമാവധി ശ്രമിക്കുന്നത്. പക്ഷെ നമ്മള് എഴുതി പഠിക്കലെന്ന് വെച്ചിട്ട് കുറെ ശ്രമിച്ചു നോക്കി, പക്ഷെ സക്സസ് ആവുന്നില്ല. ഏതിന് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒരു ഒരു ലെവലിൽ എത്തുന്നില്ല. നിങ്ങൾ ഏതായാലും അതിനെപ്പറ്റി വിശദമായ ഒരു വീഡിയോസ് ഇട്, നമുക്കത് കാണുകയും ചെയ്യാം. അതിടക്ക് ഇതിന്റെ ഒരു ഓക്കെ, ഇതാണ് ആ വോയിസ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ അവരുടെ അഭിപ്രായം പറഞ്ഞതാണ്. പല ടൈപ്പ് ചാനലുകളും അയാൾ തുടങ്ങി നോക്കി, പക്ഷെ ഒന്നും അങ്ങോട്ട് ക്ലച്ച് ആകുന്നില്ല എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും ഒരു ക്രിയേറ്റർ എന്ന നിലക്ക് ഒരു ക്രിയേറ്റിവിറ്റി, അതായത് നിങ്ങളൊരു സ്റ്റാൻഡേർഡ് രൂപത്തിൽ ഒരു യൂട്യൂബ് തുടങ്ങാൻ താല്പര്യപ്പെടുന്നവരാണ്, അല്ലെങ്കിൽ ഇതിൽ നിന്നും വരുമാനം കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രൊഫഷണൽ ആയി തുടങ്ങുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എന്തെങ്കിലും വാരി വലിച്ചിടുക, എന്നിട്ട് അതിന് കഷ്ടകാലത്തിന് മോണിറ്റൈസേഷൻ കിട്ടുക, പിന്നീട് വീഡിയോസ് ഇടാൻ കയ്യിൽ വീഡിയോസും ഇല്ലാതെ വരിക, അപ്പോൾ വ്യൂസ് ഇല്ല എന്ന് പറഞ്ഞ് കരയുക. അത്തരത്തിലുള്ള വീഡിയോസിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നിങ്ങളൊരു യൂട്യൂബ് തുടങ്ങുമ്പോൾ തൊട്ട് മുന്നോടിയായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, എന്താണ് നമ്മൾ കണ്ടന്റ് ഇടേണ്ടത് എന്നതിനെ കുറിച്ചാണ്. എല്ലാവരും ആ കണ്ടന്റ് ഇടുന്നു എങ്കിൽ ഞാനും ആ കണ്ടന്റ് ഇട്ട് കളയാം എന്ന് പറഞ്ഞ് ആരും കണ്ടന്റ് ഇടരുത്. എന്തിനെ കുറിച്ചാണോ നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റഡ് ഉള്ളത് അത്തരത്തിലുള്ള വീഡിയോസ് എടുക്കുക. എന്തിനെ കുറിച്ചാണോ നിങ്ങൾക്ക് കൂടുതൽ അറിവുള്ളത് തീർച്ചയായും അതിനെക്കുറിച്ച് വീഡിയോസ് എടുക്കാം. അത്തരത്തിൽ ആകുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു വറ്റാത്ത ഉറവ പോലെ നിങ്ങൾക്ക് വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത്തരം വിഷയങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ അതിൽ ഗവേഷണം ചെയ്യാനും അത്തരത്തിൽ കണ്ടന്റുകൾ ഉണ്ടാക്കാനും നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടാകും. അത്തരം കാര്യങ്ങൾ സത്യസന്ധമായി പ്രേക്ഷകരോട് പറയുമ്പോൾ അവർ പറയുന്ന കമന്റുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ കൂടുതൽ എൻഗേജ് ആക്കും. അപ്പോൾ നിങ്ങൾ ഈ വാച്ചിങ് അവറിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ സബിനെ കുറിച്ചിട്ടോ ഒന്നും അപ്പോൾ ബോധേഡാവില്ല. കണ്ടന്റ് ഇടുക എന്നുള്ളതാണ്. സത്യസന്ധമായ കമന്റുകളും സത്യസന്ധമായ മറുപടികളും ആകുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഹാപ്പിനെസ് ആണ്. അത്തരത്തിൽ വീഡിയോസ് ഇട്ടു പോവുക എന്നുള്ളതാണ്. അല്ലാതെ അവനെ എഴുതിയത് നമുക്കൊരു നോട്ട്ബുക്കിൽ എഴുതിയെടുത്തിട്ട് അത് പറഞ്ഞു കളയാം, എന്നിട്ട് ഇനി അടുത്ത കണ്ടന്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾ. അപ്പൊ അങ്ങനെ ഒരു കണ്ടന്റ് ക്ഷാമം ഒരിക്കലും നിങ്ങൾക്ക് വരില്ല എന്നുള്ളതാണ്. അതുമല്ല, ഈ ചാനലിൽ നിങ്ങൾ ഇടുന്ന പേര് എന്ന് പറയുന്നത് ഈ കണ്ടന്റുമായിട്ട് സാമ്യമുള്ള എന്തെങ്കിലും പേരുകളൊക്കെ ഇടാൻ ശ്രമിക്കുക. ഈ കണ്ടന്റ് നമ്മുടെ ചാനലിന്റെ പേര് വായിക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ഒരു വിഷയം അറിയാൻ പറ്റും. ഓക്കെ, ഇതാണ് കണ്ടന്റ് എന്നുള്ളത്. അത്തരത്തിലുള്ള ഒരേ സ്വഭാവമുള്ള സബ്സ്ക്രൈബേഴ്സ് നമ്മളിലേക്ക് വന്നു ചേരും. നമ്മൾ എന്ത് കണ്ടന്റ് ഇട്ടാലും ഇതുമായി റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ആ സബ് അത് കാണാൻ തയ്യാറാകും എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഇനിയും ഇതിനെ കുറിച്ച് പറയുന്നില്ല, മറ്റു വീഡിയോസിൽ പോയിട്ട് ഇരന്ന് വാങ്ങുന്ന സബ്ബുകളെ കുറിച്ചൊക്കെ. പക്ഷെ എങ്കിലും അത്തരത്തിൽ ഇരന്ന് വാങ്ങിയ സബ്ബുകളും മറ്റും മറിച്ചൊക്കെ ഇതിലുണ്ടെന്നുണ്ടെങ്കിൽ അവരൊന്നും നിങ്ങൾ ഈ കാറ്റഗറി ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഓർഗാനിക്കായ സബ്ബുകളെ ഉണ്ടാക്കാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരേ കാറ്റഗറി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്പർ 1. ഇനി ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ചാനൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ കിച്ചൺ വീഡിയോസ് എന്ന് പറയുന്നതിലേക്ക് പോകാതെ, ഞാൻ നിരുത്സാഹപ്പെടുത്തുകയല്ല, നമുക്ക് പലരും വീഡിയോസ് ചെക്ക് ചെയ്യാൻ വരുന്നുണ്ട്. തീർച്ചയായിട്ടും 100% ഫ്രീ ആണ് നമ്മുടെ ചാനൽ ഇവിടെ ചെക്ക് ചെയ്ത് കൊടുക്കുന്നത്. കാരണം അവരുടെ ചാനൽ ജസ്റ്റ് ഒന്ന് ലിങ്ക് അയച്ചു തരുന്നു, ഓപ്പൺ ചെയ്ത് നോക്കുന്നു, ആ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളതാണ്. അതിനൊരു പെയ്ഡോ സർവീസോ ഇതുവരെയൊക്കെ ഞാൻ വാങ്ങിയിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ ആർക്ക് വേണമെങ്കിലും എനിക്ക് നിങ്ങളുടെ കണ്ടന്റ് അയച്ചു തരാം, എൻ്റെതായ അഭിപ്രായങ്ങൾ ഞാൻ പറയാൻ ശ്രമിക്കാം തീർച്ചയായിട്ടും. അപ്പോൾ അത്തരത്തിൽ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ വളരെ ഗ്രോത്ത് കുറഞ്ഞ ചില കണ്ടന്റുകളിൽ ഒന്നാണ് ഈ കുക്കിംഗ് വീഡിയോസ് ഒക്കെ പറയുന്നത്. പിന്നെ അത്തരത്തിൽ ബ്യൂട്ടി ടിപ്സുകളൊക്കെ ചെയ്യുന്നവര്, അവരൊക്കെ നിങ്ങൾ എന്ത് കണ്ടന്റ് ആണോ ആ വിഷയത്തെ കുറിച്ച് നിങ്ങളത് പ്രസന്റ് ചെയ്യാൻ ഓക്കെ ആണോ,
അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുമോ? നിങ്ങൾ ആ വിഷയത്തിൽ ഇൻട്രസ്റ്റഡ് ആണോ? കുക്കിംഗ് വീഡിയോസ് ആണെങ്കിൽ ആ വിഷയത്തിൽ ഇൻട്രസ്റ്റ് ഉള്ള വളരെ രസകരമായിട്ട് കുക്കിംഗ് വീഡിയോസ് അവതരിപ്പിക്കുന്ന പല വീട്ടമ്മമാരും ഉണ്ട്. അവര് കുക്കിങ്ങിനേക്കാൾ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്ന അവർ സംസാരിക്കുന്ന ശൈലിയാണ്. പ്രേക്ഷകരെ അവരുടെ വീഡിയോസ് ഒരു 10 മിനിറ്റ് ആണെങ്കിലും പ്രേക്ഷകരെ ഇങ്ങനെ വളരെ രസകരമായി സംസാരിച്ച് അവരിങ്ങനെ പിടിച്ചിരുത്തും. അത്തരത്തിൽ സംസാരിക്കാൻ കഴിവുള്ളവരാണോ നിങ്ങൾ? അതൊക്കെ നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ആലോചിക്കുക. എന്നിട്ട് വേണം നിങ്ങൾ കണ്ടന്റ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. എന്താണെങ്കിലും അതിനൊരു എഫേർട്ട് എടുക്കുക. പിന്നെ ഈ ലേഡീസ്, നിങ്ങൾ കല്യാണം കഴിച്ചവരാണ് എന്നുണ്ടെങ്കിൽ, ഞാൻ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം, നിങ്ങൾ ഒരു ഭയങ്കരമായ എഫേർട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് ഒരുപക്ഷെ നിങ്ങൾ സ്വന്തം ഹസ്സിനോട് പോലും അനുവാദം ചോദിക്കാതെ, ഫേസ് പോലും കാണിക്കാതൊക്കെ ആയിരിക്കും ചാനൽ തുടങ്ങുക. ഇതൊരിക്കലും യൂട്യൂബ് സിലബസിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ നമ്മുടെ അനുഭവം കൊണ്ട് ഞാൻ പറയാണ്, ഒരു ചാനൽ തുടങ്ങുമ്പോൾ തീർച്ചയായും നിങ്ങൾ നിങ്ങളെ ഹസ്ബൻഡിനെ അറിയിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്. ഹസ്ബൻഡിന്റെ പൂർണ്ണ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചാനലുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. കാരണം ഈ ഒരു ചാനൽ ഏതൊരു ഹസ്ബൻഡ് എന്ന നിലയ്ക്ക് എൻ്റെ വൈഫ് ഒരു ചാനൽ തുടങ്ങിയാൽ അത് എന്ത് കണ്ടന്റ് ആണ് എന്നതിനെ ആസ്പദമാക്കി, അതുപോലെ ഒരു പക്ഷേ അവര് റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ആയിരിക്കും ഇടുന്നുണ്ടാവുക. അതിനടിയിൽ വരുന്ന കമന്റുകൾ പലപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടുന്ന കമന്റുകൾ ആയിരിക്കണമെന്നില്ല. കാരണം ഒരു റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും ഒരാളെ പറ്റി കുറ്റം പറയുമ്പോൾ അതിന്റെ മറുഭാഗത്ത് അത് ഇഷ്ടപ്പെടുന്നവരുണ്ടാകും. പക്ഷെ ഈ കുറ്റം പറയപ്പെടുന്ന ആളുകൾ, അല്ലെങ്കിൽ കുറ്റം പറയപ്പെട്ട ആ പറയപ്പെട്ട ആളുകൾക്ക് ഫാമിലി ഉണ്ടാകാം, അവരെ ഇഷ്ടപ്പെടുന്നവരുണ്ടാകാം. അവർ വന്ന് തീർച്ചയായിട്ടും തെറി അഭിഷേകം ചെയ്യാം, നമുക്ക് ഇഷ്ടപ്പെടാത്ത കമന്റുകൾ ഇടാം. ഇത് നമ്മുടെ ഹസ്ബൻഡ് കാണുകയും അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാർ കാണുകയും പിന്നീട് അത്തരം വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ, അല്ലെങ്കിൽ കമന്റ് ബോക്സ് നമുക്ക് ഓഫ് ചെയ്തിടാൻ പറ്റും. കമന്റ് ബോക്സ് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ വീഡിയോസ് എത്രത്തോളം റീച്ച് ആകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഹസ്ബൻഡ് നമുക്ക് സപ്പോർട്ട് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ വക കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയുള്ളൂ. അതുപോലെ തന്നെ ഗേൾസ് ഒക്കെ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇടുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിൽ മറ്റു ആളുകൾ വന്നിട്ട് മൊബൈൽ നമ്പർ തരുമോ, നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നിങ്ങൾ എവിടെയാണ് സ്ഥലം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പരിചയപ്പെടാനൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇതും നിങ്ങളുടെ ഹസ്ബൻഡിനൊക്കെ ഇഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ അനിയന്മാർക്ക് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ നമ്മൾ ആലോചിക്കണം. അപ്പോൾ പൂർണ്ണ സപ്പോർട്ട് നിങ്ങൾ വീട്ടിൽ നിന്നും ഉണ്ടായിരിക്കണമെന്നാണ് എനിക്ക് ഗേൾസിനോട് പറയാനുള്ളത്. 1-2 ചാനലൊക്കെ ഞാൻ കണ്ടു. ഒരു സ്ത്രീയൊക്കെ, ഒരു 4 കുട്ടികളൊക്കെ ഉള്ള സ്ത്രീ ഈ ഒരു വീഡിയോ വെച്ചിട്ട് എനിക്ക് എന്താ പറയാ, എനിക്കൊരു വീടുണ്ടാക്കണം യൂട്യൂബ് ചാനലിന്റെ വരുമാനം കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, ഞാൻ അപ്പൊ തന്നെ അവരുടെ ആദ്യം ചെയ്തത് അവരുടെ ചാനൽ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കി എന്നുള്ളതാണ്. എന്താണ് ഇവർ ഈ പറയുന്നത് നോക്കിയിട്ട്. സത്യം പറഞ്ഞാൽ അവര് റിയാക്ഷൻ വീഡിയോസ് ആണ് ഇടുന്നത്. ആരൊക്കെയോ പറ്റി എന്തൊക്കെയോ കുറ്റം പറയുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ഈ വീട്ടമ്മമാര് പരസ്പരം ഒരു മതിലിന് അപ്പുറം ഇപ്പുറം നിന്നിട്ട് പരദൂഷണം പറയില്ലേ, അത്തരം കാര്യങ്ങളൊക്കെ. അതിൽ നിന്നൊക്കെ അവർക്ക് എന്ന് വീടുണ്ടാക്കാൻ വരുമാനം കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലൊന്നും ചിന്തിക്കാതെ, എങ്കിലോ എന്നെ അത്ഭുതപ്പെടുത്തിയ 2-3 ഇപ്പൊ ഈ ചാനൽ ചെക്കിങ്ങിലും എന്നെ അത്ഭുതപ്പെടുത്തിയ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരുണ്ട്. സത്യം പറഞ്ഞാൽ അവരിടുന്ന കണ്ടന്റ് എന്ന് പറയുന്ന ഈ സാമൂഹിക പ്രതിബദ്ധതയുള്ള കണ്ടന്റുകൾ, അല്ലെങ്കിൽ സാമൂഹിക പ്രസക്തിയുള്ള കണ്ടന്റുകളാണ് അവര് ഇടുന്നത്. നമുക്കത് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം അവരുടെ കണ്ടന്റുകളൊക്കെ നോക്കി. ഞാൻ ആദ്യം നോക്കിയത് ഈ ഒരു യൂട്യൂബ് ചാനൽ കിട്ടുമ്പോൾ ഞാൻ ആദ്യം, നമുക്ക് റിയാക്ഷൻ വീഡിയോസ് ആണ് ഞാൻ ആദ്യം ചെക്ക് ചെയ്തത്. ആ ഒരു റിയാക്ഷൻ വീഡിയോ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ അവരുടെ ക്യാരക്ടർ നമുക്ക് അറിയാൻ പറ്റും. അതായത് ഞാൻ ആദ്യം നോക്കിയത് എന്തെന്ന് വെച്ചാൽ എന്താണ് ഇവർ പറയുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഈ പല നല്ല കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഈ ദുരന്തങ്ങൾ വിറ്റ് ക്യാഷ് ആക്കാറില്ല. അപ്പൊ ഈ വയനാടിനൊക്കെ പറ്റി വന്നതും, അതുപോലെ ആ ലോറി അപകടമൊക്കെ ഉണ്ടായപ്പോൾ നമ്മുടെ മനാഫും ഇയാളൊക്കെ അവരുടെയൊക്കെ ഒരു പ്രോബ്ലംസ് ഒക്കെ വെച്ചിട്ട് കണ്ടന്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് അങ്ങനെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇത്തരം കണ്ടന്റുകൾ ഇടുന്നവരുടെ മനസ്സ് എത്രമാത്രം വികലമാണെന്നുള്ളത്. കാരണം വൻ ദുരന്തങ്ങൾ, എന്റെ ഒരു അഭിപ്രായം അതാണ്, വൻ ദുരന്തങ്ങൾ ഒരിക്കലും നിങ്ങൾ വിറ്റ് കാശാക്കാതിരിക്കുക. നാളെ നമുക്കും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷെ നമുക്കും വരാം. അപ്പോൾ അത്തരം ദുരന്തങ്ങൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം, ജനങ്ങളെ കാണിക്കാം. അതിനപ്പുറത്തേക്ക് അവിടെയും ചെന്നിട്ട് ഈ ഒരു എന്താ പറയാ, ലോറി അപകടമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ചില കേസുകളൊക്കെ എത്രത്തോളം അവരുടെ ഫാമിലിയിലേക്ക് ചൂന്ന് ഇറങ്ങിയിട്ടോ അങ്ങനെ ഇങ്ങനെയായിട്ട് ഒരു ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ വളരെ മോശപ്പെട്ട കാര്യമാണ്. ഈ ദുരന്തങ്ങളെയൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് റിയാക്ഷൻ വീഡിയോസിൽ. അപ്പൊ ഞാൻ ഇത് ഇത്രത്തോളം പറഞ്ഞു വന്നത്, നമുക്കങ്ങനെ എന്നെ ഞെട്ടിപ്പിച്ച ഒരു ചാനൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ അവരുടെ ചാനൽ തുറന്നു നോക്കിയപ്പോൾ ഇവർ ഈ പൊളിറ്റിക്സ് പരമായിട്ടും മറ്റു ഇപ്പൊ നടന്നുകൊണ്ട് ട്രെൻഡിങ് ആയിട്ടുള്ള, വളരെ റീസെന്റ് ആയിട്ട് തുടങ്ങിയിട്ടുള്ള 3 മാസം ആയിട്ടുള്ള അവരുടെ ചാനൽ, ഞാൻ പറ്റുമെങ്കിൽ ലിങ്ക് ഇടാം. 3 പേരാണ് എന്നെ ഞെട്ടിച്ചിട്ടുള്ളത് അങ്ങനത്തെ. അപ്പോൾ എന്നെ ഞെട്ടിച്ചത് മറ്റൊരു കാര്യം, ഞാൻ ഈ 3 പേരും 10ാം ക്ലാസ്
കഴിയാത്ത ആളുകളാണ് എന്നുള്ളതാണ്. ഞാൻ അന്ന് അവരോട് ചോദിച്ച ഇത്രയും വിവരം ഇത്രയും സംസാരിക്കാനുള്ള കഴിവും ഉണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് പിന്നെ തുടർന്ന് പിന്നെ അത് എഴുതാൻ നോക്കില്ല, പഠിക്കാൻ നോക്കിയപ്പോൾ അവർ പറഞ്ഞു അന്നത്തെ സാഹചര്യം അങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ റിയാക്ഷൻ വീഡിയോസ് ഇടുന്നവരും ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ഇത്രത്തോളം പറഞ്ഞു വന്നത് ഏത് കണ്ടന്റ് ആണ് നമ്മൾ ഇടുന്നതിനെ കുറിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു പക്ഷേ ഇപ്പം മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ ആയിരിക്കും എടുക്കുക. 1-2 മോട്ടിവേഷനൊക്കെ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യുന്നുള്ളതായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഫേസ് കാണിച്ചിട്ടൊക്കെ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് മെയിൻ ഒരു കണ്ടന്റ് തുടങ്ങുന്നവർക്ക് വേണ്ടത്. പിന്നെ ഒരേ പാറ്റേൺ എന്നുള്ളത് ഒരിക്കലും മറക്കാതിരിക്കുക എന്നുള്ളതാണ്. അവിടെയാണ് നമുക്ക് ഓർഗാനിക് സബിന്റെ പ്രസക്തി എന്താണെന്ന് അറിയുന്നത്. നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമ്മുടെ കണ്ടന്റ് ഇഷ്ടപ്പെടുന്നവർ മാത്രം നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളിടുന്ന എന്ത് കണ്ടന്റും അവർ കാണും. അല്ലാത്ത ഒരുപാട് കച്ചറ പിച്ചറ സബുകളും അവിടുന്ന് വാരിക്കൂട്ടിയതും ഇവിടുന്ന് വാരിക്കൂട്ടിയതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര നല്ല കണ്ടന്റ് ഇട്ടാലും അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എങ്കിലും അവർ കാണുന്നുള്ളൂ. ഈ ക്യാഷ് കൊടുത്ത് വാങ്ങുന്ന സബിന്റെ ഒക്കെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ഇതൊക്കെ തന്നെയാണെന്നല്ല, ഇത് തന്നെയാണ്. ഓക്കെ, അപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ വളരെ ഇഷ്ടത്തോടു കൂടി വീഡിയോസ് ഇങ്ങനെ ഇട്ട് വരുമ്പോൾ തീർച്ചയായും നിങ്ങൾ അറിയാതെ വാച്ചിങ് അവറും സബും ഒക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ഈ ഓർഗാനിക് ആയിട്ടുള്ള സബുകൾ ഓരോ ലൈക്ക് അടിക്കുമ്പോഴും ഓരോ കമന്റ്സ് ഇടുമ്പോഴും തീർച്ചയായിട്ടും നമ്മുടെ ചാനലിന്റെ റീച്ച് കൂടി വരികയാണ്. അത് നമ്മൾ അറിയാതെ തന്നെ ചാനൽ അങ്ങനെ വളർന്നു പോകും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ തീർച്ചയായിട്ടും ഞാൻ ഇപ്പൊ എന്റെ വീഡിയോസിൽ ഇപ്പോഴും നിങ്ങളോട് ഞാൻ പറയുന്നു, എന്റെ വീഡിയോസ് ഇഷ്ടമില്ലാത്തവർ ഒരിക്കലും എന്നെ സബ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്റെ വീഡിയോസ് കൊണ്ട് എനിക്ക് ഇതിന് മുന്നേ ഒരു ലേഡി ഇങ്ങനെ കമന്റ് ഇട്ടിരുന്നു, ഞാൻ നിങ്ങളുടെ വീഡിയോസ് കണ്ടു, എനിക്ക് ഭയങ്കരമായി ബോറടിച്ചു, 4 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാനത് ഓഫ് ചെയ്തു വെച്ചു. നേരെ മറിച്ച് മറ്റൊരു ചാനലിന്റെ പേര് എടുത്ത് പറഞ്ഞവര്, അവരുടെ ചാനൽ കാണുമ്പോൾ പിന്നെ എനിക്ക് ബോറടിക്കാറില്ല. ഞാനൊരു സത്യം പറയട്ടെ, എനിക്ക് ചാനലില്ല, എനിക്കൊരു യൂട്യൂബ് ചാനൽ ഇല്ലാതിരുന്നിട്ട് പോലും ഞാൻ അയാളുടെ ചാനൽ ഇരുന്ന് കാണുന്നു എന്നൊക്കെ. അപ്പൊ അത് എന്നെ മറ്റെന്തോ മനസ്സിൽ വെച്ചിട്ട് ചെയ്ത ഇട്ട കമന്റ് ആണ്. പക്ഷെ ഞാൻ അതിനുള്ള തക്കതായ മറുപടി അവർക്ക് കൊടുത്തു. അപ്പൊ തീർച്ചയായിട്ടും എന്റെ കണ്ടന്റുകളൊന്നും ഒരിക്കലും എന്റർടൈൻമെന്റ് കണ്ടന്റുകളല്ല. തീർച്ചയായിട്ടും യൂട്യൂബിനെ കുറിച്ച് അറിയുന്ന വ്യക്തികൾക്ക് എന്റെ വീഡിയോസ് ഭയങ്കരമായിട്ടുള്ള ബോറടി ആയിരിക്കും. തീരെ അറിയാത്ത ആളുകൾക്കും എന്റെ കണ്ടന്റ് ബോറടി ആയിരിക്കും. അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ ഇല്ലാത്തവർക്കും എന്റെ കണ്ടന്റ് ബോറടി ആയിരിക്കും. എന്താണ് ഇയാൾ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇതുകൊണ്ട് നമുക്ക് നമ്മുടെ യൂട്യൂബിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ആഗ്രഹിക്കുന്ന ചിലർക്ക് മാത്രമാണ് എന്റെ യൂട്യൂബ് ഇത്തരം കണ്ടന്റുകൾ കൊണ്ട് ഉപയോഗമുള്ളത് എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇത് പറയാൻ കാരണം ഓരോ കണ്ടന്റിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. എഡ്യൂക്കേഷൻ കാര്യമായി ചെയ്യുന്നവരെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. PSC ടെസ്റ്റുമായിട്ടും എഡ്യൂക്കേഷൻ പരമായിട്ടൊക്കെ ചെയ്യുന്നവരോട് ഇപ്പൊ ഒരു 10ാം ക്ലാസ്സിന്റെ ഇത് ചെയ്യുന്ന ഒരു മാഷാണെന്ന് വിചാരിക്കുക. ആ ഒരു മാഷ് ഇടുന്ന കണ്ടന്റ് നമ്മളെല്ലാവരും ഒരിക്കലും ഇരുന്ന് കാണില്ല. കാരണം നമ്മളൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞതാണ്. ഇനി 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയും കാണേണ്ട ആവശ്യമില്ല, 11th പഠിക്കുന്ന കുട്ടിയും കാണേണ്ട ആവശ്യമില്ല. കാരണം എന്താ, അവർക്കത് ആവശ്യമേ ഇല്ല. അപ്പൊ എഡ്യൂക്കേഷനായിട്ടുള്ള ആ ഒരു കണ്ടന്റിന്റെ ഒരു ഗ്രാഫ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഒരു ട്രാഫിക് എങ്ങനെയായിരിക്കും, അതിന്റെ വ്യൂസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓരോ കണ്ടന്റിനെയും ആവശ്യക്കാരനുസരിച്ചിട്ടാണ് അതിന്റെ വ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നത്. നേരെ മറിച്ച് ഒരു ട്രോൾ വീഡിയോസ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ വീഡിയോസ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രോൾ വീഡിയോസ് അതെല്ലാവർക്കും ഇഷ്ടമാണ്. ഈ സിനിമയുമായിട്ട് റിവ്യൂ പറയുന്ന കണ്ടന്റുകൾ, എന്റർടൈൻമെന്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ, മ്യൂസിക് ചാനലുകളൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ വ്യൂസ് ഉണ്ടാവും. അതിൽ നല്ല നല്ല കമന്റുകൾ വരും. കാരണം ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കണ്ടന്റുകളാണ്. ഒരു പ്രത്യേകം കാറ്റഗറി തിരഞ്ഞെടുക്കുന്നവർക്കാണ് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. എന്റർടൈൻ ചെയ്യാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റർടൈൻ ചാനലുകളാണ് ഒന്നുകൂടെ ബെറ്റർ എന്ന് ഞാൻ പറയുന്നു. അതുപോലെ തന്നെ ഇനി ഇങ്ങനെ ഇത്തരത്തിലൊരു ഇത് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ആ ഗ്രൗണ്ട് ഫ്ലോർ അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ ഒരു തറ ലെവലിൽ നമ്മൾ ആദ്യത്തെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ ആ സബിനെ എടുക്കാനും ഓർഗാനിക്കായ സബ് ഉണ്ടാക്കാനും ഒക്കെ 1000 അങ്ങോട്ട് ചാടിക്കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ എന്ന ക്രൈറ്റീരിയയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടില്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് ഓൾറെഡി നമ്മളെ ഇഷ്ടപ്പെടുന്ന സബ് ഓൾറെഡി അതിൽ റെഡി ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾ എന്തിട്ടാലും ഞങ്ങൾ കാണും എന്നുള്ള ഒരാൾക്കാരായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും പ്രസന്റേഷൻ ആണ് ഏറ്റവും വലിയ ഒരു സംഭവം, നമ്മൾ ഇടുന്ന സംഭവമാണ് എന്നുള്ളത്. ഇനി ഞാൻ ഇവിടെ യൂട്യൂബിൽ ഒരുപാട് ഓപ്ഷനുകളും കാര്യങ്ങളും ഞാനെന്നല്ല, എനിക്ക് മുന്നേ വന്നവരും എനിക്ക് പിന്നെ വന്നവരും ഒക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷനുകളും കാര്യങ്ങളും, നിങ്ങൾ ഹാഷ്ടാഗ് ചേർക്കൂ, തമ്പനയിൽ ചേർക്കൂ, ടാഗ് ലൈൻ ചേർക്കൂ, അത് ചേർക്കൂ, ഇത് ചേർക്കൂ, അത് ഓഫ് ചെയ്യൂ, ഇത് ഓഫ് ചെയ്യൂ എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതെല്ലാം ഫോളോ ചെയ്യുക. പക്ഷെ ഇതിനൊക്കെ മുകളിൽ നിൽക്കുന്ന ഒരാളുണ്ട്.
വീഡിയോ എന്ന് പറയുന്ന സംഭവം. നമ്മൾ എല്ലാ സെറ്റിങ്സും കറക്റ്റ് ആക്കി വെച്ചിട്ട് നമ്മളൊരു കൂതറ വീഡിയോസ് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ തമ്പനയിൽ കണ്ട് കുറച്ച് ആളുകൾ വരാം, ആ ഹാഷ്ടാഗും പിന്നെ സെർച്ചിങ് ബാറിലൂടെയൊക്കെ കുറച്ച് ആളുകൾ വന്ന് പാളി നോക്കാം എന്ന് വന്ന് പാളി നോക്കി അവർ ഏകദേശം ഒരു 30 സെക്കൻഡ് കണ്ട് 1 മിനിറ്റ് കണ്ട് അവർ തിരിച്ചു പോകും. ഈ ഇംപ്രഷൻ, ഈ പിന്നെ എന്താ പറയാ ഡ്യൂറേഷൻ എത്ര വരെ കണ്ടു എന്നുള്ളതിനെ വെച്ചിട്ടാണ് അടുത്ത ഇതൊക്കെ പോകുന്നത്, നമ്മുടെ റെക്കമെൻഡേഷൻ ഒക്കെ പോകുന്നത്. അപ്പൊ വീഡിയോ ആണ് മസ്റ്റ് ആയിട്ടുള്ളത്. വീഡിയോ നമ്മൾ എങ്ങനെ വീഡിയോയിലേക്ക് കൊണ്ടുവരാനും വീഡിയോ കയറാനും പോവാനും ഒക്കെ ഉള്ളതൊക്കെ നമ്മൾ പഠിച്ചു. പക്ഷെ വീഡിയോയിൽ ആളെ നിലനിർത്തണം എന്നുള്ളത് ആ വീഡിയോസ് ഇടുന്നവനാണ് തീരുമാനിക്കേണ്ടത്. എങ്ങനെയാണ് ഇത് പ്രസന്റേഷൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് ആളുകൾക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോ വ്യക്തിക്കും ഓരോ കഴിവുകൾ ഉണ്ടാകും, ഓരോ നാട്ടിലുള്ളവർക്കും ഓരോ സ്ലാങ് ആയിരിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും അതിനുവേണ്ടി മറ്റൊരു സ്ലാങ് അതായത് തിരഞ്ഞെടുക്കരുത്. നിങ്ങൾ എങ്ങനെയാണോ സംസാരിക്കുന്നത് അങ്ങനെ പറയുക. നിങ്ങളാവാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും എല്ലാ വീഡിയോസിലും നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. മറ്റേത് ഒരു വീഡിയോസിൽ നിങ്ങൾ അതിനു വേണ്ടി ഒരു പ്രത്യേക സ്ലാങ് ഒക്കെ പിടിച്ചു, ഒരു പ്രത്യേക ലാംഗ്വേജ് ടൈപ്പിലൊക്കെ ഇങ്ങനെ അത് പറഞ്ഞതിന് ശേഷം പിന്നീട് അടുത്ത വീഡിയോസിൽ അത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് നിർബന്ധിതമാകപ്പെടുമ്പോഴാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുക. നിങ്ങളായി നിന്നിട്ട് നിങ്ങളുടെ രൂപത്തിൽ ആ കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് അറിയുന്ന പോലെ അത് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ആ വീഡിയോസിന്റെ അതൊരു നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കേൾക്കാൻ അതിപ്പോ കൊല്ലത്തുള്ളവൻ ആ കൊല്ലത്തുള്ള ഭാഷയിൽ പറഞ്ഞാലാണ് നമുക്ക് കേൾക്കുമ്പോൾ എന്തോ ഒരു പുതുമ. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് മലപ്പുറം സ്ലാങ്ങിലാണ്. അപ്പൊ എന്റെ ഭാഷയിൽ തീർച്ചയായിട്ടും നിങ്ങള് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് തീർച്ചയായും എന്നുള്ളതൊക്കെ. അപ്പൊ മലപ്പുറത്തിന്റെ അല്ല, അപ്പൊ മലപ്പുറം ഭാഷയെ സംസാരിക്കുക ഇങ്ങള് പിന്നെ ഇജ്ജി എന്നൊക്കെ അങ്ങനെ ഒരുപാട് നീ എന്ന് പറയുന്നതാണ് ഞങ്ങൾ ഇജ്ജി എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത് അറിയാതെ വന്നു പോകും എന്റെ സ്ലാങ്ങിൽ എന്ന് കരുതി ഞാനത് തിരുത്താറില്ല, കാരണം ഞാൻ മലപ്പുറംകാരനാണ്. അപ്പൊ എന്റെ ഭാഷകളിൽ പലപ്പോഴും അത്തരം വാക്കുകൾ വന്നു കയറാം. അപ്പോൾ അത്തരത്തിൽ നിങ്ങളായിട്ട് വീഡിയോസ് ഇടാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഈ ലേഡീസും ജെൻസും ആര് തന്നെയാവട്ടെ, കുട്ടികളും ആര് തന്നെയാവട്ടെ, വീഡിയോസ് ഇടുമ്പോൾ ഇത്തരം ഔട്ട് ഓഫ് സിലബസിലുള്ള കാര്യങ്ങളും പുറത്തുള്ള കാര്യങ്ങളും അകത്തുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഹസ്ബൻഡിന്റെ അനുവാദം വരെ ഇതിൽ പ്രധാനമാണെന്നുള്ളത് ഞാൻ പറഞ്ഞു. കാരണം നമ്മളൊക്കെ ഇത്തരത്തിൽ ഒരുപാട് ചാനലുകൾ നമ്മളെ ഈ യൂട്യൂബിൽ സത്യം പറഞ്ഞ കണ്ടന്റ് ഇടുന്നതിന് മുന്നേയും നമുക്ക് 8ഓളം ചാനലുകളുണ്ട്, മോണിറ്റൈസേഷൻ ആയ 8ഓളം ചാനലുകളുണ്ട്. ഓക്കെ, അപ്പൊ അത്തരം ചാനലുകൾ കണ്ടിട്ട് നമ്മുടെ നമ്പർ അതിൽ നിന്ന് എടുത്തിട്ട് നമ്മളെ വിളിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരൊക്കെ ഉണ്ടായിരുന്നു ഇതിനു മുന്നേ. അതുകൂടാതെ മറ്റൊരു യൂട്യൂബറുടെ കേരളത്തിൽ തന്നെ ഏറ്റവും ഒരു മികച്ച ഒരു യൂട്യൂബർ എന്ന് പറയുന്ന ഒരു യൂട്യൂബറുടെ ചാനലിൽ എന്റെ നമ്പറായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത്തരത്തിൽ നിന്ന് കോളുകൾ വരുന്നവരുടെ നമ്മുടെ കോള് വിളിക്കുന്ന അറ്റൻഡ് ചെയ്യുക എന്നുള്ളൊക്കെ ഒരു ഇതായിരുന്നു. അത്തരം കോളുകൾ വരുമ്പോഴും നമുക്ക് ഒരുപാട് ആളുകളൊക്കെ നമ്മളിപ്പോ ചിലരൊക്കെ ഉണ്ട്, ലേഡീസ് വരെ ഒന്ന് രക്ഷപ്പെടുത്തു എന്ന് പറയും. നമുക്ക് അവർക്ക് മുടങ്ങാതെ നമ്മൾ അവർക്ക് ഇതിങ്ങനെയാണ് എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. അവസാനം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അവർ പറയുന്നുണ്ട്, അയ്യോ എന്റെ ഹസ്ബൻഡിന് ഇഷ്ടമല്ല കേട്ടോ, ഞങ്ങൾ ചാനൽ നിർത്തി പോകുന്നു എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞു കൊടുത്തത് എന്തായി എന്നുള്ളതാണ് ഞാൻ അവിടെ ആലോചിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്, തീർച്ചയായിട്ടും ഹസ്ബൻഡ് ആയാലും ബ്രദർ ആയാലും ആരായാലും ഒന്നുകിൽ സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുണ്ടായിരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരുടെ ഒരു ഡിപ്പെൻഡിങ് ഇതിലുണ്ടെങ്കിൽ നമുക്ക് വരുന്ന എന്ത് കാര്യങ്ങളും അവരും കൂടെ നോക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത് ഔട്ട് ഓഫ് സിലബസ് ആണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതും എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഇതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ, ഇപ്പൊ എന്റെ ആദ്യത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാൻ പറ്റും. ഞാനൊരു മൈക്ക് പോലും യൂസ് ചെയ്യാതെയായിരുന്നു ആദ്യകാലങ്ങളിൽ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പലരും കമന്റ് ചെയ്തു. അപ്പൊ ഈ ഒരു മൈക്ക് ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന മൈക്ക് ആകെ 1000 അടിയിൽ 1000 രൂപയുടെ അടിയിലുള്ള ഒരു മൈക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇത് എന്നെ കൊണ്ട് അന്നും വാങ്ങാൻ കഴിഞ്ഞിരുന്നു. ഞാനൊരു പ്രൊഫഷണൽ ആയിട്ട് ഇത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ തീർച്ചയായും നിങ്ങളൊരു മൈക്ക് വാങ്ങുക എന്നുള്ളതാണ് ആദ്യത്തെ ഘടകം. എന്ത് വീഡിയോസ് ആണ്. അതുപോലെ തന്നെ ഒരു മൊബൈൽ സ്റ്റാൻഡ്, അതും വളരെ വില കുറഞ്ഞ് 200 രൂപ മുതൽ അവിടെ അങ്ങോട്ട് മുകളിലൊക്കെ നിങ്ങൾക്ക് അത് കിട്ടും. ഒരു മൊബൈൽ സ്റ്റാൻഡ് വാങ്ങുക. ഈ 2 കാര്യങ്ങളും നിർബന്ധമായിട്ട് നിങ്ങളുടെ വീഡിയോ വോയിസ് ഓവർ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും വാങ്ങി വെക്കുക എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരു യൂട്യൂബ് തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ ഇത്രയെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ എന്തൊരു കണ്ടന്റ് ഇട്ട് കളയാം, നാളെ എനിക്ക് ഒരു വീടുണ്ടാക്കണം, എനിക്ക് വീട്ടിൽ ഭയങ്കര കഷ്ടപ്പാടാണ്, കുറെ പൈസ വേണം, എന്തെങ്കിലും വീഡിയോസ് ഇട്ട് കളയാം. എന്നോട് പലരും പല അഭിപ്രായങ്ങളും ചോദിക്കാറുണ്ട്. ഇപ്പൊ ഈ വീഡിയോസ് തുടങ്ങുന്നവർ നമ്മൾ അവരെ വീഡിയോസ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് വലുതാക്കിയിട്ട് കുറച്ച് നീട്ടിയിട്ട് അതിലേക്ക് കുറച്ച് മസാലയൊക്കെ ഇട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ട് മറിച്ചു അങ്ങനെ ചെയ്തിട്ടാൽ നമുക്ക് കോപ്പിറൈറ്റ് വരുമോ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ മറ്റു അധികം ലേഡീസ് ആണ് അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാറ്. നമ്മൾ അവരെ വീഡിയോസ് എടുത്ത് അതിന്റെ ശബ്ദമേ നമ്മൾ എടുക്കുന്നില്ല, ഞാൻ എന്റെ സ്വന്തം ശബ്ദം അതും നല്ല ക്ലാരിറ്റിയിൽ ഇതൊക്കെ കയറ്റി എക്കോ ഒക്കെ കൊടുത്ത് സൂപ്പറാക്കി ഇടാം. അപ്പൊ ഞാൻ ചോദിക്കും, വീഡിയോ നിങ്ങളുടെ ആണോ?
അല്ല, വീഡിയോ അവരതാണ്. ഓക്കെ. അപ്പൊ അതും അത്തരത്തിൽ ഇങ്ങനെ ഒരു എളുപ്പമാർഗം കണ്ടന്റ് എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിവുണ്ടോ, അവർക്കാണ് ഈ സത്യം പറഞ്ഞ യൂട്യൂബിൽ മുന്നോട്ട് ഒരുപാട് കാലം യൂട്യൂബിൽ സഞ്ചരിക്കാൻ പറ്റുന്നത്. അവർക്കൊക്കെ ഓക്കെ, അവരൊക്കെ ആഴ്ചയിൽ ഒരു കണ്ടന്റ് ഇട്ടാലും മതി അത്രക്കാര്. അങ്ങനെയുള്ള രൂപത്തിൽ ഇപ്പൊ പലരും എന്നെ വിളിക്കുന്നുണ്ട്. അവർ സംസാരിക്കുന്നൊക്കെ കേട്ടാൽ അത്യാവശ്യം വിവരമുള്ളവരാണ്. എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത്, നിങ്ങളൊരു എഡ്യൂക്കേഷനലി, അതായത് ഒരു 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, പക്ഷെ എന്താണ് അതല്ല നിങ്ങളുടെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യരും കഴിവുള്ളവരാണ്. അപ്പൊ നിങ്ങളെ കഴിവ് തിരിച്ചറിയുക. സ്കൂളിൽ പഠിച്ചതും അല്ലെങ്കിൽ നിങ്ങൾ കോളേജിൽ പോയതും ഒന്നുമല്ല, നിങ്ങൾക്ക് പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ്. ഞാനുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ആ സംസാരം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് അറിയാൻ പറ്റും ഇവർക്ക് കഴിവുള്ളവർ. പക്ഷെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. എഡിറ്റിംഗ് ആയാലും പിന്നെ ഈ തമ്പനയിൽ ഉണ്ടാക്കുന്നതിലും വളരെ ഈസിയാണ്. 1, 2, 3, 4 പ്രാവശ്യം എഡിറ്റ് ചെയ്ത് കളയുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും ഇതായിരുന്നു വളരെ സിമ്പിൾ എന്നുള്ളത്. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സംഭവങ്ങൾ വളരെ ഈസിയാണ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈസിയാണ്. തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതിൽ ഒരു യൂട്യൂബ് ഇപ്പൊ എന്നൊരു പ്രേക്ഷകൻ പറഞ്ഞതാണ്, ഇങ്ങനെ ഒരു വീഡിയോസ് ഈ തുടക്കക്കാരനായ ഞങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ഇനി അടുത്ത വീഡിയോസിൽ എങ്ങനെയാണ് ഒരു മെയിൽ ID എടുത്ത് നമ്മൾ എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളതായിരിക്കും എന്റെ അടുത്ത വീഡിയോസ് വരുന്നത്. ഇതിലും ഒരുപാട് കാര്യങ്ങൾ ഞാൻ വിട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇപ്പൊ സമയം ഇങ്ങനെ നോക്കുമ്പോൾ ഏകദേശം 20 മിനിറ്റിന് മുകളിലായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ട് പറയാനും. ഒരു സ്ക്രിപ്റ്റ് ഒക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ട് വായിച്ചിട്ടുള്ള ഒരു ഇതൊന്നും ഇല്ല. നമ്മുടെ വായിൽ തോന്നുന്നത് കോതക്ക് പാട്ട് എന്നുള്ള രൂപത്തിലാണ് ഇപ്പൊ വിട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും ഒരു പക്ഷേ 5 മിനിറ്റിന് മുന്നേ പറഞ്ഞു പോയിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ചിലപ്പോൾ റിപ്പീറ്റേഷൻ ഒക്കെ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പൊ ഞാനിങ്ങനെ ഇതിലേക്ക് നോക്കുമ്പോൾ, ക്യാമറയിലേക്ക് നോക്കുമ്പോൾ ഏകദേശം ഒരു 23 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പൊ ഇത് കട്ട് ചെയ്ത് വരുമ്പോൾ തന്നെ ഏകദേശം 15 മിനിറ്റോളം അല്ലെങ്കിൽ ഒരു 20 മിനിറ്റിന്റെ ദൈർഘ്യമുള്ള ഒരു വീഡിയോസ് ആവും എന്നുള്ളത്. പലപ്പോഴും വീഡിയോസ് ഇടുമ്പോൾ ഞാൻ അത് ദൈർഘ്യം കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെ ഇതാവലാണ്. എനിവേ, അപ്പോൾ ഏതായാലും ഈ ഒരു കാര്യമാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇതിന്റെ തുടർ വീഡിയോസ് ആയിട്ട് ഞാൻ അടുത്ത വീഡിയോസിൽ കൂടുതൽ കാര്യങ്ങൾ പറയാം. പിന്നെ എന്റെ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഈ കൈമാസ്റ്റർ എന്ന് പറയുന്ന ഒരു ആപ്പ് ഞാൻ ഫ്രീ ആയിട്ട് പലർക്കും അയച്ചു. ഫ്രീ ആയിട്ട് എന്നുള്ളത് ഒന്നുകൂടെ അടിവരയിട്ട് പറയട്ടെ. പലരും വീഡിയോസ് കണ്ടിട്ട് ഇത് ക്യാഷിനാണോ എന്നുള്ളത്. പക്ഷെ പലരുടെയും മൊബൈൽ അത് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾഡ് വേർഷൻ ആണ് അത് ചെയ്ത ഒരു വെർഷൻ ആണ് എന്നുള്ളത്. മാർക്ക് പിന്നെ എന്താ പറയാ, തമ്പനയിലിൽ വാട്ടർമാർക്ക് ഇല്ല എന്നുള്ള ഒരൊറ്റ കാരണമേ ഉള്ളൂ. വളരെ ഈസിയാണ്. അപ്പൊ അത് ആവശ്യമുള്ളവർക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. പലർക്കും ഉപയോഗപ്പെട്ടിട്ടുണ്ട്. പലരും പറഞ്ഞു അത് വർക്ക് ആവുന്നില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു അത് പഴയ മൊബൈലിൽ മാത്രമേ വർക്ക് ചെയ്യൂ, പുതിയ ലേറ്റസ്റ്റ് മൊബൈൽ ഇല്ല എന്നുള്ളത്. പക്ഷെ അത് വളരെ ഈസിയാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പെയ്ഡ് ആയിട്ടുള്ള ഒരു ഇതാണ് യൂസ് ചെയ്യുന്നത്. കൈൻമാസ്റ്റർ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന സംഭവം. അപ്പൊ നിങ്ങൾക്ക് ഇനി ആർക്കെങ്കിലും അത് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ബന്ധപ്പെടാം. നിങ്ങളുടെ എല്ലാ ഡൗട്ട്സുകളും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ എന്നെ വിളിക്കാം. തീർച്ചയായിട്ടും ഈ മോണിറ്റൈസേഷൻ ഒക്കെ ചെയ്യാനുള്ളവർ ദയവ് ചെയ്ത് എന്നെ വിളിച്ചിട്ട്, ചേട്ടാ ഞാൻ എൻ്റെ മൊബൈൽ ക്യാമറ ഓൺ ചെയ്ത് വെക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കോളിൽ വരുമോ, വീഡിയോ കോളിൽ വന്നിട്ട് ഞങ്ങൾക്കൊന്ന് കാണിച്ച്, അത്തരത്തിലുള്ള സമയം എനിക്ക് തീർച്ചയായിട്ടും ഉണ്ടാവില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. പറഞ്ഞു തരാൻ സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതും ചെയ്ത് തന്നേനെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡൗട്ട്സുകൾ നിങ്ങൾ വാട്സാപ്പിൽ എനിക്ക് അയച്ചിടുകയാണെങ്കിൽ എന്റെ സമയം നോക്കി ഞാൻ 100%, നോട്ട് 99, 100% നിങ്ങൾക്ക് അതിന് മറുപടി തന്നിരിക്കും. എന്നെ അറിയുന്നവർക്ക് എന്നെ വ്യക്തമായിട്ട് അറിയാം ഞാൻ എങ്ങനെയാണെന്നുള്ളതൊക്കെ. അപ്പൊ തീർച്ചയായിട്ടും വളരെ 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 ഒരു വലിയ വീഡിയോസ് ആയതിന്റെ കാരണം ഈ വിഷയം ഇവിടെ വെച്ച് ചെറുതായി ഒന്ന് നിർത്തിയതിനു ശേഷം നമുക്ക് വലുതായി മറ്റൊരു ദിവസം തുടങ്ങാം. അതുവരേക്കും ബൈ.